ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാത്രി ചൂണ്ട ഇടാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. നമ്മൾ നൈറ്റ് ഫിഷിംഗ് ഒന്നും അല്ല, പകലൊന്നും ഇപ്പം ചൂണ്ടയിട്ടിട്ടൊന്നും മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ട് കോഴിക്കോടിൽ കോർത്തിട്ട് ബ്ലാഞ്ചിലിനെ ആരേനെ അങ്ങനെയുള്ള മീനെയൊക്കെ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തോരം വീഡിയോ കാണാം. ഇച്ചിരി പൊക്കിയിടിയാ ഗായ്സ്. ഇതാണ് ഞങ്ങൾ ഇടാൻ പോകുന്ന ചൂണ്ട കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ചൂണ്ടയാണ്. 2 ഈയം കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ദൂരെ പോകാൻ വേണ്ടി. സാധാരണ വലിയ ചൂണ്ടയാണ് എടുത്തേക്കുന്നത്. ഒരു 50 മീറ്റർ വള്ളിയും കാണും. ഇനി കോർക്കാം. ഇനി നമ്മൾ കോഴിക്കോട്ടിൽ കോർക്കാൻ പോകണം. നമ്മൾ കോഴിക്കോടിലാണ് ഇരയായിട്ട് കോർത്തിടുന്നത് കേട്ടോ. ഇതാണ് രാത്രി നമ്മൾ ബ്ലാഞ്ചിലിനെയൊക്കെ പിടിക്കാൻ നല്ല റിസൾട്ടുള്ളൊരു തീറ്റയാണിത്. ഇതാകുമ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് എടുത്തുകൊണ്ട് വരാം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്ത ബൈറ്റാണ്, നല്ല റിസൾട്ടുമാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോർത്ത് കഴിഞ്ഞു കേട്ടോ. ഭയങ്കര മഴയാണ് കേട്ടോ. നമ്മൾ മഴയാണെങ്കിലും അങ്ങ് ചൂണ്ടയിടാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് മഴയാണെങ്കിൽ നമ്മൾ ചൂണ്ടയിട്ടിട്ടേ പോകുന്നുള്ളൂ, മീനെ പിടിച്ചിട്ടേ പോകുന്നുള്ളൂ. കാണിച്ചോ ഗായ്സ്, നമ്മളിങ്ങനെയാണ് കോർത്തെടുത്തേക്കുന്നത്. ഇനി മണ്ടയ്ക്ക് നൂല് വെച്ചൊരു കെട്ട് ഗായ്സ്, ഇതുപോലെ നൂല് വെച്ചൊരു കെട്ട് കിട്ടും കേട്ടോ. അല്ലെ മീൻ ഫസ്റ്റ് കൊത്തിനെ ഇത് ഊരിക്കൊണ്ട് പോകും. അതിനാണ് നമ്മളൊരു കെട്ടിടുന്നത്. സൂപ്പർ മഴയാണ്. നമുക്കിവിടെ അടുത്ത് കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല, നനയേ ഉള്ളു രക്ഷ. ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളിവിടെ മണിയാർ ഡാമിൻ്റെ താലാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നേക്കുന്നത് കേട്ടോ. ഡാം അടച്ചടാ, വെള്ളം അടച്ചടാ. താക്കോല് തുടിച്ചു നോക്കടാ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചൂണ്ട കോർത്ത് കഴിഞ്ഞിരിക്കുന്നത്. കോർത്ത് കാണിച്ചാ ഇങ്ങനെയാണ് നമ്മൾ കോർത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എറിയാം. ബെയ്റ്റിന് വേണ്ടി നമ്മൾ 2 ഈയം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് ഹെൽമെറ്റൊക്കെ ഞങ്ങൾ വെച്ചേക്കുന്നത് രാത്രി മഴയായോണ്ടോ കേട്ടോ, വേറെ നിവൃത്തിയില്ല. കുട പോലും എടുത്തില്ല, ഓർക്കാപ്പുറത്തുള്ള മഴയായിരുന്നു. നമ്മൾ 2-3 ചൂണ്ട എറിഞ്ഞാൽ ഉദ്ദേശിക്കുന്നുണ്ട്. എറിഞ്ഞോ. നല്ല മഴയാണ്, ഫോണൊക്കെ നനയുമാണ്. കുഴപ്പമില്ല, സെൻറ്ററിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ നമ്മൾ സെൻറ്ററിൽ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മീൻ വല്ലതും പിടിക്കുമെങ്കിൽ കാണാം ഗായ്സ്. നമ്മൾ 3 ചൂണ്ട എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 ചൂണ്ട അതിലേ എറിഞ്ഞിട്ടുണ്ട്. നല്ല നൈലോൺ വള്ളിയാണ്, നീലവള്ളിയാണ് നമ്മൾ എറിഞ്ഞേക്കുന്നത്. 1 ചൂണ്ട അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. 1 അവൻ പിടിച്ചിട്ടുണ്ട്, 1 നമ്മൾ അപ്പുറത്തെ മരത്തെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ആ ചെടിയിൽ. നമ്മൾ 3 ചൂണ്ട എറിഞ്ഞിട്ടേക്കുവാണ്. കൊത്തു വല്ലതും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് മീൻ വല്ലതും കയറുവാണെങ്കിൽ കാണാം. എന്തുവാടാ ഞാനില്ല, അങ്ങ് ചെല്ലടാ. കല്ലിൻ്റെ ഇടയ്ക്ക് കയറും. പോ അങ്ങ് ചെല്ലേ. എനിക്ക് ഞാനിവിടെ വന്നിട്ട് വലിക്കാവേ. നിക്ക് വെളിക്കറ കറി കയറി. അയ്യോ, നല്ല സൈസ് ഉണ്ടല്ലോ. ശരിക്കും വീഡിയോ കിട്ടുന്നുണ്ടോ? രാവിലെ വെട്ടം അവിടെ അടിയോ കറക്റ്റായിട്ട് കിട്ടുന്നില്ല വീഡിയോ. നീ നല്ല ഹുക്കാണോടാ. ഹുക്ക് പക്കാ ഹുക്കാണോ. നല്ല സൈസായില്ലയോ? ആ മഴയത്താണ് അവിടെ കയറി പിടിച്ചേ. തറന്ന് പൊക്കിക്കണം. വെട്ടം കറക്റ്റായിട്ട് അടിയോ. കാണിച്ചാൽ ഇങ്ങോട്ട് നോക്കി പൊക്കിക്കട. ഇച്ചോടെ തലയ്ക്ക് മുന്നോട്ട് പോക്കടാ. സൈസ് സാധനം വീണ്ടും നമ്മളങ്ങനെ പൊക്കിയിരിക്കുകയാണ്. വീഡിയോ കിട്ടുന്നുണ്ട് ഗായ്സ്. നമ്മുടെ ചൂണ്ട ചെറിയ നല്ല മഴയാണ് കേട്ടോ. ചെറിയൊരു മീനും കൂടെ കയറി പിടിച്ചിട്ടുണ്ട്. എന്തോ മീനാണെന്ന് അറിയത്തില്ലേ. നമുക്കൊന്ന് വലിച്ചു നോക്കാം. എന്തുവാ സാധനം ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറയണേ. എന്താ മീനാണത്? വാളയാണോ? നമുക്ക് ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ വിടുക കേട്ടോ. ചൂണ്ട എടുത്തപ്പോൾ ഇത് ചത്തില്ല, ഇതിനെ വിടുക.
ഫ്രണ്ട്സ് സമയം ഇപ്പോൾ രാത്രി 1 മണി. ഭയങ്കര മഴയാണ്, ക്യാമറ നോക്കി അറിയാൻ പറ്റും. എങ്ങനെയെങ്കിലും എടുക്കടാ, അത് ചത്തില്ലെങ്കിൽ അതിനെ വിട്ടേക്കാം. അന്യായ മഴയാണ് കേട്ടോ. ഇതിപ്പം അത് ഡാമാണ് ആ കാണുന്നത് കേട്ടോ, പവർ ഹൗസ് ആണ് ആ കാണുന്നത്. ഞങ്ങൾ പവർ ഹൗസിൻ്റെ തൊട്ട് താഴെയാണ് ചൂണ്ടയുടെ ഇറങ്ങി. എന്തുവാടാ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആ മീനെ വിടുക കേട്ടോ. കുഞ്ഞൊരു മീനാണ്, അതിനെ ചത്തിട്ടൊന്നുമില്ല. അന്യായ മഴയാ, ഇവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഞങ്ങളെല്ലാം നനഞ്ഞ് നിൽക്കുക ഇവിടെ. വിടറാ, ഇന്ന് വിട്ടേ, വെള്ളത്തിലൂടെ താത്ത് വിട്ടേ. ആ ചത്തിട്ടില്ല, പോയി 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 പോടാ. അത് ചത്തിട്ടൊന്നുമില്ല, തോണ്ട പോകുന്നു. ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കണ്ടിട്ട് പരിപാടി നിർത്താൻ പോകണം. നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കാണിച്ചേക്കാം. ഓ, വെയിറ്റ് കൂടിയിടോ, ചത്തോടാ അത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. നല്ല സൈസാണ് കേട്ടോ, 4 കിലോ വെയിറ്റ് കാണും. 4 കിലോ പ്ലസ് ഉണ്ട് എന്തുമായാലും, ഉറപ്പായിട്ടും നല്ല വെയിറ്റുള്ള മീനാണ്. എടാ നീയും കൂടെ വെട്ടം അടിച്ചോടാ, നീ നിൻ്റെ ലെവലിൽ നിന്ന് പൊക്കിക്കടാ. 4 കിലോ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റുള്ള ബ്ലാഞ്ചിലാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതിൻ്റെ അത്ര ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരും. നല്ല സൈസാണ് കേട്ടോ. ചത്തിട്ടില്ല കേട്ടോ. കോഴിക്കോളാണ് നമ്മൾ ബൈറ്റായിട്ട് ഇട്ട് കേട്ടോ. ചൂണ്ടയിൽ ഇരിപ്പുണ്ട് ശകലം. ഇപ്പോഴും ചത്തിട്ടില്ലോ. നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഗായ്സ്, ഇപ്പോൾ 2 മണിക്കൂറായി നമ്മൾ ഈ മീനെ പിടിച്ചിട്ട് കേട്ടോ. ഇപ്പോഴും ഇത് ചത്തിട്ടില്ല. കവറിൽ നിന്ന് ഇറക്കിയപ്പോൾ നേണ്ട പോകുന്നുണ്ടോ. ഇപ്പോൾ ഇത് വെള്ളത്തിൽ വിട്ടാലും പോവും ഇല്ലടാ, സൂപ്പറായിട്ട് പോകും. ഇത് പോവും, ഇത് ചത്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഡാമേജ് ഒന്നും വരുത്തിട്ടില്ല, അടിക്കുകയോ വെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കവറിലെടുത്ത് ഇട്ടേക്കുമായിരുന്നു. പക്ഷേ 2.5 മണിക്കൂറായി ഇതുവരെ മീൻ ചത്തിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ അമർത്തുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.